നിരന്തരം ഈ ഷവർമയുടെ ഷവായിയായിട്ടും ഒക്കെ നമ്മൾ ചുറ്റിത്തിരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം നമ്മളെന്ന് അർത്ഥപ്പോഴാണ് ഈ കൊണ്ടുപോകുന്നതെന്ന് സാമാന്യ ബോധമുള്ള കേരളീയർ മനസ്സിലാക്കുന്നത്. ഭരണഘടനാപരമായിട്ടും വിശ്വാസപരമായിട്ടും തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് വിവാദം ഒന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ബാബരി മസ്ജിദ് പൊളിച്ച വിഷയം വന്ന സമയത്ത് പൊളിച്ചവർക്കെതിരെ ഒരു നടപടി ഉണ്ടാക്കാതിൽ ഒരുപാട് വിഷമിരിക്കുന്നു. മഹാപണ്ഡിതനായ ശങ്കരാചാര്യർ ഗംഗാസ്നാനം കഴിഞ്ഞ് വരികയാണ്. അദ്ദേഹത്തിനെതിരായി സമൂഹത്തിലെ അധകൃതൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചണ്ടാളൻ വരികയാണ്. ചണ്ടാളനോട് ശങ്കരാചാര്യർ പറയുന്നു, വഴി മാറി നിൽക്ക്. ചണ്ടാളൻ തിരിച്ചു ചോദിക്കുകയാണ്, ശരീരമാണോ മാറേണ്ടത്, ആത്മാവാണോ മാറേണ്ടത്? വേദങ്ങളും ഉപനിഷത്തുകളും കലക്കി കുടിച്ച അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ശങ്കരൻ ഒരു നിമിഷം പകച്ചു നിൽക്കുന്നു. താൻ പഠിച്ച വേദങ്ങളും പഠിപ്പിച്ച ഇതിഹാസങ്ങളുമെല്ലാം തനിക്കെതിരെ ചോദ്യം ചെയ്യുന്നു. ശങ്കരാചാര്യർ ചണ്ടാളനെ ഗുരുവായി സ്വീകരിക്കുന്നു. ഇതൊരു കഥയായിരിക്കാം, പക്ഷേ ഇതിലൊരുപാട് ചോദ്യങ്ങളുണ്ട്. ആരാണ് ശങ്കരൻ? ആരാണ് ചണ്ടാളൻ? ജ്ഞാനമുള്ളവനാണോ, അല്ലെങ്കിൽ മനുഷ്യനെ കാണുന്നവനാണോ? ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ ചണ്ടാള ബാബയാണ്. സമൂഹത്താൽ ഒരുപാട് മുറിവേറ്റവനാണ്. വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റാണ് ഞാൻ ആദ്യം തന്നെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചണ്ടാളന്റെ അമ്മ മരിച്ചപ്പോൾ ചണ്ടാളൻ ജയിലിലായിരുന്നു. ആരെയും കൊന്നിട്ടോ പിടിച്ചു പറിച്ചിട്ടോ അല്ല. എന്തായിരുന്നു അത്? തീർച്ചയായിട്ടും നമ്മൾ 2021 കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ അവിടുത്തെ പൂർവാചാരപരമായിട്ട് ഒരു ഒത്തിരി ആചാരങ്ങളും ചരിത്രവും ഇറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. മുസ്ലിം പട്ടണം എന്നുകൊണ്ട് ചരിത്രപരമായിട്ട് തന്നെ വിശേഷിക്കപ്പെട്ടതാണ്. അപ്പോൾ അവിടെ പണ്ട് ഇപ്പോൾ ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്ന് പറയുന്നവർക്ക് ആ ക്ഷേത്രത്തിൻ്റെ അധികാരമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യ അവകാശമുണ്ട് എന്നുള്ള ചരിത്രത്തിലുള്ളത് തന്നെയാണ്. അതിൻ്റെ ശേഷിപ്പാട് തൊട്ടടുത്തുള്ള പുലപ്പാടത്ത് പുലയാർ സമുദായത്തിൻ്റെ വള്ളുവന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ അവരിന്നും ആചരിച്ചു വരുന്നുണ്ട്. അപ്പം അതുമായി റിലേറ്റഡായ കൊടുങ്ങല്ലൂർ കാവിൽ അതിൻ്റെതായ ആചാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശാക്തേയ, ഇപ്പോൾ ഏകദേശം 13-18 കാവ് എന്നൊക്കെ പറയുന്നിടത്ത് ശാക്തേയ കാവുകളുടെ പ്രത്യേകത അവിടെ കൗള ശാക്തേയ ആചാരങ്ങളാണ് നടക്കുന്നത്. അതായത് ഹിന്ദു ധർമ്മം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭരണഘടന തന്നെ പറയുന്നത് ഹിന്ദു റിലീജിയസ് ഡിനോമിനേഷൻസ് എന്നാണ് പറയുന്നത്. മതങ്ങളുടെ കൂട്ടമാണ് ഹിന്ദു എന്നാണ് ഭരണഘടന തന്നെ പറയുമ്പോൾ ആ മതങ്ങൾ അല്ലെങ്കിൽ ഒരു മതമല്ല ഹിന്ദു. ഇന്നത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. എല്ലാവരും ഈ മതത്തിലുള്ളവരും പുറത്തുള്ളവരും ഒക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാരൊക്കെ. അപ്പോൾ അവിടെ ഹിന്ദു റിലീജിയസ് ഡിനോമിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേഷൻ എന്ന് പറയുന്നതിൽ അവിടെ ശൈവന്മാരും വൈഷ്ണവന്മാരും ശാക്തേയന്മാര് ഗാണപത്യന്മാര് കൗമാരന്മാര് സൗരന്മാര് യോഗ ആചാര്യന്മാരുണ്ട്, പിന്നെ സിദ്ധാന്തികൾ വേറെ ഉണ്ട്, പിന്നെ ഈ വേദാന്തികളുണ്ട്, പിന്നെ ശാപൻ, ഇപ്പൊ മലവാരം എന്നൊക്കെ പറയുന്ന ട്രൈബിന്റെ മലവാര സമ്പ്രദായങ്ങൾ, പിന്നെ അതാത് കുലഗോത്ര സമ്പ്രദായങ്ങളൊക്കെ വേറെ വേറെ തന്നെയുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു വിശ്വാസ പാരമ്പര്യമാണ് ഈ ശാക്തേയം എന്ന് പറയുന്നത്. അപ്പൊ ആ ശാക്തേയ പാരമ്പര്യത്തിന്റെ ആചാരത്തിൽ മദ്യ മത്സ്യ മാംസാദികളൊക്കെ ഉള്ളതാണ്. പ്രത്യേകിച്ച് മാംസഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ വിശ്വാസമുള്ളവരെ സംബന്ധിച്ച് അവരുടെ ദേവതയ്ക്ക് കൊടുക്കണം. ആ ദേവത എന്ന് പറയുമ്പോൾ കേരളത്തിൽ മൊത്തം വ്യാപിച്ചിരിക്കുന്നതാണ് കൊടുങ്ങല്ലുള്ള കാളി കുറുമ്പ അമ്മ ഭഗവതി എന്ന് പറയുന്ന സംഘം. ആ അമ്മയ്ക്ക് ബലി കൊടുത്താൽ വർഷത്തിലൊരിക്കൽ ബലി കൊടുത്താൽ മാത്രമേ ഉള്ളൂ പിന്നീടുള്ള 165 ദിവസം ഇത്തരം വിശ്വാസങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് അവിടെ ആദിയിൽ ഈ മല ദൈവം അല്ലെങ്കിൽ ഈ പറയുന്ന കൊട്ടവൈ സങ്കല്പം, സംഘകാല കൃതികളിൽ പറയപ്പെടുന്ന കൊട്ടവൈ സങ്കല്പത്തിന്റെയൊക്കെ പിന്നീട് ആദ്യ ചേരന്മാരൊക്കെ വന്നിട്ട് ചെയ്തിട്ടുള്ള പ്രതിഷ്ഠയൊക്കെയാണ്. പിന്നീട് ഒരുപാട് ഇപ്പൊ നമ്മളത് പറഞ്ഞാൽ തീരില്ല, അതുകൊണ്ട് വളരെ ഷോർട്ട് ചെയ്യാണ്. പിന്നീടും നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ അവസരങ്ങൾ നമുക്ക് പറയാം. എന്തായാലും ഇത്തരം ആദിമ ജനതയുടെ ഈ പദ്ധതി പിന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇന്ന് കാണുന്ന ഒരു വ്യവസ്ഥ. ഇന്ന് പടികയൊക്കെയാണ് അവിടെ പൂജിക്കുന്നത്, നമ്പൂതിരി തന്ത്രിമാരുണ്ട്. അങ്ങനത്തെ ഒരു വ്യവസ്ഥ. പുലയർക്കൊന്നും അകത്ത് പ്രവേശനമില്ല, ചാന്താട്ടം പോലും ചെയ്യുന്നവരൊക്കെ തന്നെയാണ്. അപ്പൊ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ദാരിക നിഗ്രഹം കഴിഞ്ഞ കാളി, ഇതിന്റെ ഒരു മിഥോളജി അങ്ങനെയാണ്. ദാരിക നിഗ്രഹം കഴിഞ്ഞ കാളി ദാഹം തീരാണ്ട് നല്ലച്ഛൻ പരമേശ്വരനോട് പറയുമ്പോൾ നല്ലച്ഛൻ തന്റെ പെരുവിരൽ അറുത്ത് കുടിക്കാൻ കൊടുത്തു എന്നാണ്. അപ്പൊ അത് കുടിച്ചു നിൽക്കണില്ല അത്ര. അപ്പൊ ലാസ്റ്റ് പറയുകയാണ്, നീ ഇങ്ങനെ കുടിച്ചാൽ പറ്റില്ല, നീ നാട്ടിലേക്ക് പോയിക്കോ, അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ചെറുമക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ല, ചെറുമക്കൾ തരും നിനക്ക് ഇതിന്റെ ആചാരങ്ങൾ. കോഴി വെട്ടി ആടറുത്ത് കോഴിയറുത്ത് അമൃത പൂജ തരും നിനക്ക്, ആനയേറി എഴുന്നള്ളിക്കും എന്ന് പറയാം. അപ്പൊ ആ കോഴിയറുത്ത് ആടറുത്തിട്ട് ആചരിക്കണം എന്ന് പറയപ്പെട്ട ഒരു കാര്യം 1968 കേരള സർക്കാർ നിയമസഭയിൽ ഒരു ബില്ല് വരികയാണ്. ആ ബില്ല് വന്ന സമയത്ത് ചർച്ചാ വിഷയം വേറൊന്നുമല്ല, ഈ ബലി ആചാരങ്ങളൊക്കെ നിരോധിക്കണം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എല്ലാ മതങ്ങളുടെയും പ്രതിനിധികളുണ്ട്. ഇപ്പൊ ചാത്തുണ്ണി മാഷൊക്കെയാണ് പുലയ സമുദായത്തിൽ നിന്ന് വന്ന പുലയ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ചാത്തുണ്ണി മാഷൊക്കെ ഉള്ള മന്ത്രിസഭയാണ്. അപ്പൊ അവിടെ എന്താ വെച്ചാല് ചർച്ച വന്നു, ഇത് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇസ്ലാം മതത്തിന്റെ പ്രതിനിധികളും ക്രൈസ്തവ മതത്തിന്റെ പ്രതിനിധികളും കമ്മ്യൂണിസ്റ്റുകാരാണ്, EMS സർക്കാരാണ്. അപ്പൊ അവരൊക്കെ പറഞ്ഞു, ഞങ്ങളുടേത് എന്താ വെച്ചാൽ ഈ ബലി ആചരിക്കുക എന്ന് പറഞ്ഞ സിസ്റ്റം അല്ല, അത് ഭക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നു, ഞങ്ങൾ അത് കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചാത്തുണ്ണി മാഷോ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിസ്റ്റിന്റെ ഒരു സിദ്ധാന്തം ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. അവരെന്ന് വെച്ചാൽ വിശ്വാസത്തെ പലപ്പോഴും ഈ ഹൈന്ദവമായ വിശ്വാസങ്ങൾ എല്ലാ കാലത്തും എന്തോ മോശമാണെന്ന് കരുതി മറ്റുള്ളവർക്കൊരു
എന്തോ ഒരു മൃദുത്വം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ അവിടെയാണ് ഈ പറയുന്ന ചർച്ച വന്നപ്പോൾ ചാത്തുണ്ണി മാഷോ അല്ലെങ്കിൽ ഇത്തരം ചാത്തുണ്ണി മാഷോ മാത്രമല്ല, അതിനേക്കാൾ വലിയ മേനോനും പിള്ളയൊക്കെയുള്ള ചാത്തുണ്ണി മാഷ പറയാനാവില്ല. ചാത്തുണ്ണി മാഷ് ക്ഷേത്രത്തെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. അത്തരം ചർച്ച വന്ന സമയത്ത് അവിടെ ഇവരുടെ ഈ ക്രൈസ്തവ അല്ലെങ്കിൽ ഇസ്ലാമിക മതത്തിന്റെ ആളുകൾ, അവിടുത്തെ പ്രതിനിധികൾ പറഞ്ഞു ഞങ്ങൾക്കിത് ഭക്ഷണം കഴിക്കാനാണ്. അതായത് ഭക്ഷണം കഴിക്കാനായിട്ട് മൃഗങ്ങളെ കൊല്ലാം, എന്നാൽ ബലി കൊല്ലാന്ന് പറഞ്ഞു. ഇവിടുത്തെ ഹിന്ദു പക്ഷത്തുള്ള ഒരാളൊന്നും മിണ്ടിയില്ല. അവർ പറഞ്ഞു അതെന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് അപ്പൊ അങ്ങനെ എന്താ ചെയ്യണമെന്ന് അറിയില്ല അറിയുമ്പോൾ ശരി, അത് വെറുതെ ഒരു വിശ്വാസത്തിന്റെ വില ദൈവത്തിന് കൊടുത്തിട്ട് വെറുതെ അവിടെ ഇട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഹിന്ദു ടെമ്പിൾ ആക്ട് വരികയാണ് 1968. എന്താണ്, ഇവർക്ക് ബലി ആചരിക്കാൻ പറ്റാത്ത മൃഗത്തെ ഒരു ദേവതയുടെ മുന്നിൽ വെച്ച് കൊല്ലാൻ പാടില്ല. ബലി പെരുന്നാളിനൊക്കെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ എറണാകുളത്തായാലും ശരി, നമുക്ക് പള്ളി പെരുന്നാളിനൊക്കെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്യാൻ പാടില്ല. 1960 നിയമം വന്നു. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ബാധിക്കും. ഹിന്ദു വിഭാഗം എന്ന് പറയുമ്പോൾ ശരിക്കും ബുദ്ധ, ജൈനൊക്കെ അതിൽ വരുന്നതാണ്. കൂടാതെ ഇന്ന് പറയപ്പെടുന്ന എല്ലാ ആളുകളുണ്ട്, അതിന്റെ എല്ലാ ആചാരങ്ങളും പെട്ടു. ഒരു ക്ഷേത്രം, അപ്പൊ കാവും പതികളും ഒക്കെ വന്നു, തെയ്യവും തിറയൊക്കെ അതിൽ വരുന്നതിനാണ്. അപ്പൊ അതിന്റെ കോമ്പൗണ്ട്, ആ ക്ഷേത്ര മുതൽക്കെട്ടിന്റെ ഉള്ളിൽ ഇത്തരം കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല എന്ന് വന്നു. അത് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടുത്തെ പട്ടികജാതി പട്ടിക പിന്നാക്ക വിഭാഗങ്ങൾ, നായർ കമ്മ്യൂണിറ്റി, ബ്രാഹ്മണിൽ തന്നെ അടിക, മൂസത്ത്, പിടാരങ്ങി എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ. ഇവിടെയൊക്കെ ആചാരത്തിൽ മത്സ്യം, മാംസമൊക്കെ ഉള്ളതാണ്. അപ്പൊ ആ മാംസം പുറത്തുനിന്ന് വാങ്ങാൻ പറ്റില്ല, അത് ദേവതയ്ക്ക് കൊടുത്തിട്ട് കഴിക്കണം. ഇത് ദേവതയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അപ്പൊ പൊക്കും, പോലീസിന് നിയമമുണ്ട്. അപ്പൊ അങ്ങനെയാണ്, ഇത് ദേവതയ്ക്കാണോ കൊടുത്ത് എന്നാ കേസുണ്ട്. തിന്നാനാണോ, അപ്പോഴും വിഷയമൊക്കെ തന്നെയാണ്. സ്ലോട്ടർ ഹൗസ് നിന്ന് വാങ്ങണമെന്നുണ്ട്. സ്ലോട്ടർ ഹൗസ് നിന്ന് വാങ്ങിയത് ഹിന്ദുവിന് എനിക്ക് കഴിക്കാൻ പറ്റില്ല, മുസ്ലിങ്ങൾക്ക് ഹലാൽ എന്ന് പറഞ്ഞ പോലെയാണ്, ധർമ്മ നിയമമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ കൊടുങ്ങല്ലൂർ ഇത് ബാൻ ചെയ്യപ്പെട്ടപ്പോൾ കൊടുങ്ങല്ലൂർ ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും കഴിക്കാൻ പാടുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ നോക്കിയ സമയത്താണ് ഭരണഘടനാപരമായിട്ട് അല്ലെങ്കിൽ വേറെ ഇത് ചെയ്യാൻ എന്താ മാർഗം. അപ്പൊ കൃത്യമായിട്ട് 1960 പാർലമെന്ററി നിയമമുണ്ട്. പാർലമെന്ററി നിയമപ്രകാരം എന്താ വെച്ചാൽ അതിൽ സെക്ഷൻ 28, അധ്യായം 6 സെക്ഷൻ 28 പോണത് ആരാധനാപരമായിട്ടുള്ള ബലിയൊന്നും നിരോധിച്ചിട്ടില്ല. അത് നിരോധിക്കാൻ പാടില്ല. അങ്ങനെ നിരോധിച്ചാൽ അതെന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് ഈ രാഷ്ട്രത്തില് മതവൈര്യങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവും. അത് വിശ്വാസ സ്വാതന്ത്ര്യത്തിന് അതിനെതിരാണ്. ഭരണഘടന മൗലിക അവകാശത്തിനെതിരാണ്. ആർട്ടിക്കിൾ 14 പ്രശ്നങ്ങളൊക്കെ വരുന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിലെന്താ വെച്ചാൽ കേന്ദ്ര നിയമം ഇതിനെ തൊട്ടിട്ടില്ല. പക്ഷെ കേരളത്തിൽ മാത്രം നിയമം നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് കൺഫ്യൂഷനായി. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്തരം ആചാരങ്ങൾ ചിലപ്പോൾ നോക്കിക്കാണ്. ഈ അൺടച്ചബിലിറ്റിക്ക് കാരണമൊക്കെ അന്വേഷിക്കുന്ന ഒരു കാരണം ഈ ആചാര പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഭരണഘടനയാണ് ആശ്രയം. കാരണം എന്തിനും അല്ലാണ്ട് മറ്റു ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, അതിലൊക്കെ ഉണ്ടായാലും പറ്റില്ല. അപ്പൊ ഭരണഘടന നോക്കിയപ്പോൾ ആർട്ടിക്കിൾ 251 പറയുന്നത് എന്താ വെച്ചാൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഒരു നിയമം ഇരിക്കുക രാജ്യത്ത്, അവിടെ കേന്ദ്ര നിയമത്തെ മറികടന്നുകൊണ്ട് സംസ്ഥാന നിയമം വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ നിയമം കേന്ദ്ര നിയമത്തിന് എത്രത്തോളം ഉണ്ടോ അതിൽ കവർ ചെയ്തു പോയാൽ അത് അസാധുവാണ്. അതായത് കേരളത്തിലെ 68 നിയമം അസാധുവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിയമത്തിന് നമുക്ക് നിയമപരീക്ഷ കിട്ടണം. പക്ഷെ ഹൈക്കോടതിയെ സമീപിച്ചു ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ഹൈക്കോടതിയിൽ വക്കീലെ വെച്ചിട്ട് നമ്മൾ പേപ്പർ മൂവ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന ജഡ്ജ് എന്ന് പറയുന്നത് കൃത്യമായി ഒരു വൈഷ്ണവിസം, ഒരു വെജിറ്റേറിയൻ ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കിട്ടിയോടുകൂടി മറച്ചു നോക്കാൻ വേണ്ടി നിൽക്കാതെ പറഞ്ഞു ഇതിന്റെ പേരിൽ കേരളത്തിലൊരു പ്രശ്നമില്ല, അതുകൊണ്ട് അത് പരിഗണിക്കാൻ പറ്റില്ല. നോക്കണം കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ ഒരു അവസ്ഥ. നമ്മൾ നിയമം നീതി പ്രതീക്ഷിക്കുന്ന കോടതിയിലാണ്, പക്ഷെ അവിടെ നിന്ന് തള്ളുകയാണ്. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ നമ്മൾ മൂവ് ചെയ്തു. ഒപ്പം തന്നെ എന്താണ്, സ്വാഭാവികമായിട്ട് ഒരു വിദഗ്ധനായിട്ടുള്ള ഒരാളോട് ചോദിച്ചു, നിയമ വിദഗ്ധനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഇത് കോടതി പരിഗണിക്കുള്ളൂ. ഇത് വിഷയം ഉണ്ട് തന്നെ വരണം എന്നാണ്. സ്വാഭാവികമായിട്ട് ആരിലും ഒരാൾ ബലിയാടാവണം, നമ്മളെന്നെ നിശ്ചയിച്ചു. കാരണം അപ്പോഴത്തേക്കും കൊറോണന്റെ ബാനൊക്കെ ഉള്ള സമയമാണ്. പക്ഷെ അത് അങ്ങനെയുള്ള സമയത്ത് മുൻകൂട്ടി നിശ്ചയിച്ചു മാർച്ച് എന്നാൽ ഡേറ്റ് ഓർക്കണില്ല, ഇന്ന ദിവസം നമ്മൾ വരുന്ന 10 ദിവസം മുന്നേ പറഞ്ഞു. നമ്മുടെ പൂർവാചാരം എന്ന് പറഞ്ഞു. നമ്മൾ പൂർവാചാര പ്രകാരം തന്നെ വേഷഭൂഷാദികളൊക്കെ ഇന്ന് ഓൾറെഡി കാണാൻ പറ്റും, യൂട്യൂബിലൊക്കെ അതിന്റെ വീഡിയോസ് ഉണ്ട്. ചെന്ന സമയത്ത് ഫുൾ ഇന്നത്തെ സർക്കാരിന്റെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ചെല്ലുകയാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പറഞ്ഞ ടൈമിന് നമ്മളവിടെ എത്തിയിട്ട് നമ്മളുടെ പൂർവാചാര പ്രകാരമുള്ള വേഷങ്ങളും ചങ്ങല ചിലമ്പൊക്കെ പറയും. അത് വർഷിപ്പിന്റെ ഭാഗമായിട്ട് സമരമാണ്, എന്നാൽ അത് ആരാധനാപരവുമാണ്, അല്ലാണ്ട് വെറുതെ ഒരു സമരമല്ല. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോഴും പോലീസുകാരൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഫുൾ ബറ്റാലിയൻ അവിടെ ഉണ്ട്. അവരെന്തോ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്. നമ്മൾ ചെന്ന് പ്രാർത്ഥന തുടങ്ങിയപ്പോഴത്തേക്കും പോലീസുകാർ തിരക്കാൻ തുടങ്ങി. ഞങ്ങളെക്കാൾ പ്രശ്നം പോലീസുകാർക്കാണ്. അവിടെ ബൂട്ടിട്ടാണ് നിൽക്കുന്നത്. ബൂട്ടിട്ടിട്ട് ക്ഷേത്രത്തിൽ ചവിട്ടാൻ പാടില്ല, നിയമമുണ്ട്. ബൂട്ടിട്ടുകൊണ്ട് കുഴപ്പമൊന്നും വേറെ ഒരു പുരോഗമനമല്ല പറഞ്ഞത്, പക്ഷെ നിയമമുണ്ട്, പറ്റില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇവർ തിരക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി കോഴിയെ ഒന്ന് പിടിച്ചപ്പോഴേക്കും ഇവര് പിടിയും വലിയും കൂടി. അതോടുകൂടി സത്യത്തിൽ അവിടെ പിന്നെ ചെയ്യുന്നതൊന്നും ചണ്ടാളബാബയാണെന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസിന് വേണമെങ്കിൽ എന്ത് പേരിട്ട് വിളിക്കാം, ഡ്യുവൽ പേഴ്സണാലിറ്റി ഒക്കെ ആയിട്ട് പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്ന ആ പരമേശ്വരൻ എന്നിൽ പ്രവേശിച്ചു, അല്ലെങ്കിൽ ആ ഭൈരവനാണ് ഭൈരവിക്ക് വാക്ക് കൊടുത്തതാണ് ഇവിടെ അത് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആടർത്ത് കോഴിയടുത്ത് അമൃത വെച്ച് തരുന്ന പരമേശ്വരൻ നല്ല അച്ഛനാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തോ ഒരു എനർജി നമ്മളിലേക്ക് വരുന്നു. നമ്മൾ പിന്നെ ആ ഒരു പവറിൽ തന്നെയാണ് നമ്മൾ അവിടെ പലതും നമ്മൾ കാണിക്കുന്നുണ്ട്. വീഡിയോ കണ്ടാണ് നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ 9 കോഴിയെ കൊണ്ടുപോയിട്ടുണ്ട്. 9 കോഴി ഒരു കോഴിയെ പാറിപ്പോയി എന്തോ കേട്ടോ നമുക്കറിയില്ല. എന്തായാലും ശരി, നമ്മുടെ മുന്നിൽ വന്ന എല്ലാ കോഴിയും അവിടെ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോഴും പോലീസുകാരൊക്കെ പിടിമേലും കൂടി അവസാനം കുറെ ആൾക്കാരെ പിടിച്ചുകൊണ്ടേ
നമ്മൾ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യാൻ പോയി. ക്ഷേത്രം പ്രദക്ഷിണം ചോദിച്ചാൽ ചില ആൾക്കാരൊക്കെ തടുക്കാനൊക്കെ വന്നു. അതും വലിയ വിഷമമാണ്. ഹൈന്ദവ സംഘടന പ്രതിനിധികളെന്ന് തോന്നിക്കുന്ന വിധത്തിൽ വേഷവിധാനങ്ങളുള്ള ആൾക്കാരാണോ നമുക്കറിയില്ല. എന്തായാലും അപ്പോഴത്തേക്കും ഭക്തരെന്നെ പറഞ്ഞു, വഴി മാറടാന്നൊക്കെ ഭക്തന്മാരനെ വേണത്. എന്തായാലും നമ്മൾ പ്രദക്ഷിണം ചെയ്തു വന്നപ്പോൾ പോലീസുകാർ പിടിക്കാൻ വന്നപ്പോൾ നമ്മൾ ചോദിച്ചു, അടുത്തേക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്താ എവിടെയാടോ തൻ്റെ സ്റ്റേഷൻ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തോ, ശരി ഞാൻ അങ്ങോട്ട് വരും, ധാരണയിൽ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നതുകൊണ്ട് ആണ് പോകണം. പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സത്യത്തിൽ എൻ്റെ പേരുള്ള നിയമം അവർ 307 ഒക്കെ ചേർക്കുന്നു, കൊലപാതക ശ്രമം വരും ചേർക്കുന്നൊക്കെ പറഞ്ഞ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്കത്ര നിയമം വലിയ വശമില്ല കേട്ടോ. ഞാൻ അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങളപ്പോൾ 307 എടുക്കുന്നില്ല, പക്ഷെ എന്നാൽ പോലും പോലീസുകാരനെ നിങ്ങൾ വെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല, വെട്ടിയിട്ടുണ്ട്, കോഴിയെ മാത്രം നിലകൊണ്ട് കേസ് എടുക്കണം, നിങ്ങൾക്ക് എന്താ നിങ്ങളെ ക്വാറന്റൈന് കൊണ്ടുപോകണം. അന്ന് കൊറോണ സമയം, അപ്പോൾ അതാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഈ എന്താ ഇതിന് കൊണ്ടുപോകാൻ റിമാൻഡിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞില്ല. നിങ്ങൾ ശരി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് വൈകണം, എനിക്ക് ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്ന സമയം തന്നെ, അപ്പോൾ പൊള്ളിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതിനൊക്കെ വൈകൽ വന്നു. എന്നാലും ശരി രാത്രിയോട് കൂടിയിട്ട് ഒരു ഈ പറഞ്ഞ വിയ്യൂരിക്ക് കൊണ്ടുപോയി. വിയ്യൂരിക്ക് കൊണ്ടുപോയി അവിടെ അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് സത്യത്തിൽ ഈ പറയപ്പെടുന്ന ആളെ വെട്ടിയ കേസൊക്കെ കാര്യമായിട്ട് ഗൗരവമുള്ളതാണ്. അപ്പോൾ ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞു, ബാബാജിയുടെ സമരം, അദ്ദേഹം കൗളത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ബാബാജിയുടെ ഈ സമരങ്ങൾ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് കലാപമായിട്ട് ആൾക്കാർ ചിത്രീകരിക്കാം. അതുകൊണ്ട് അങ്ങ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിയമം പഠിക്കണം, കൃത്യമായി നിയമം പഠിച്ചിട്ട് വേണം, നിയമം സംസാരിക്കുകയും നിയമത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും വേണം, സമരം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇറങ്ങി വന്നതിന് ശേഷമാണ് ഈ വെട്ടി എന്ന് പറയുമ്പോൾ ആ വെട്ടി എന്ന് പറയപ്പെടുന്ന പോലീസുകാരൻ കാണിച്ച നിയമവിരുദ്ധതയെ മനസ്സിലാക്കുന്നത്. പോലീസുകാരൻ ക്രിസ്ത്യൻ മതസ്ഥനാണ്. ക്രിസ്ത്യൻ മതത്തിലുള്ള ഒരാൾക്കാണ് വെട്ടുകൊണ്ടുവന്നവർ പറയുന്നത്. ഈ ക്രിസ്ത്യൻ മതത്തിലുള്ള വ്യക്തി ഒരു ക്ഷേത്രത്തിൽ വിട്ടുകൊണ്ടുവന്ന പ്രശ്നം, അത് ഭരണി ഉത്സവമാണ്. ഭരണിക്ക് അങ്ങനെ വെച്ചാൽ കോമരങ്ങൾ വാള എന്തിയിട്ടാണ് വരിക. നമ്മുടെ വിശ്വാസപ്രകാരം എങ്ങനെ വെച്ചാൽ ഈ ഭഗവതിക്ക് പള്ളി വാളും, അതുപോലെ തന്നെ ചാത്തൻ സങ്കല്പം, ഭൈരവ സങ്കല്പമാകുമ്പോൾ കത്തിയുമാണ് ഞങ്ങളുടെ വിശ്വാസപ്രകാരം. അപ്പൊ ഞങ്ങളുടെ ചെറിയൊരു കത്തിയുടെ പേനാക്കത്തി പോലെ, അത് കൃപാണെന്നൊക്കെ പറയും നമ്മളെ ജൈനൻ സിഖുകാർ. അപ്പൊ ആ സിഖുകാരുടെ കൃപാണെന്നും പിന്നീട് ഉണ്ടാവുന്നതല്ല, അവിടെ ആദിമ ജനതയിൽ നിന്ന് ഉണ്ടായി വരുന്നത് തന്നെയാണ്. അപ്പൊ അതൊക്കെ ഞങ്ങളുടെ ഇത്തരം പാരമ്പര്യത്തിലുള്ള ഇത്തരം ട്രഡീഷൻ ഉള്ളതാണ്. അപ്പൊ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കോഴിയെ വെട്ടുന്ന നോക്കിയത്. അപ്പൊ അത് കൊണ്ടിട്ട് മുറിവായി എന്ന് പറയാൻ പറ്റില്ല, കാരണം അന്നത്തെ വർഷിപ്പിന്റെ ഭാഗമാണ് ആയുധം. അല്ലാത്ത സമയത്തോടെ ആയുധം ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി അടുത്തത് ഇയാൾ വെട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഇയാളെ അങ്ങോട്ട് കയറി വെട്ടുന്നൊന്നുമല്ല. വീഡിയോ നമ്മൾ കാണുമ്പോൾ ഒരു പോലീസിനെ കടന്നു പിടിക്കുന്ന കൈ വിരിക്കുന്നുണ്ട്, എന്തറിയില്ല, നമ്മളും കൈ കൊണ്ടുവരുന്നത് കാണുന്നുണ്ട്. അപ്പൊ മുറിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസുകാരൻ അവിടെ വരാൻ പറ്റുമോ എന്നാണ് അടുത്ത ചോദ്യം. പറ്റില്ല. അവിടെ വെച്ചാൽ 1965 ടെമ്പിൾ വർഷിപ്പ് ആക്ട് ഉണ്ട്. വർഷിപ്പ് ആക്ട് പ്രകാരം എന്താ വെച്ചാൽ ഹിന്ദു മതത്തിൽ, അതായത് സിഖ്, ജൈന, ഈ ബുദ്ധ മതത്തിൽ ഉൾപ്പെടുന്ന ആളുകളല്ലാണ്ട് മറ്റ് ക്രൈസ്തവ, ഇസ്ലാമിക വിശ്വാസികളായ ആളുകൾക്ക് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ തന്നെ പ്രവേശിക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകർ പോലും ചോദിക്കും, തൊഴാനല്ലേ എന്നുള്ളത്. തൊഴാനല്ല, അവിടെ ഉദ്യോഗസ്ഥനായി പോലും, ജോലിക്ക് ഏത് വിധത്തിലുള്ള ജോലിക്കായി പോലും മറ്റൊരാൾ പ്രവേശിക്കാൻ പറ്റില്ല. ദേവസ്വം ബോർഡിന്റെ വിവരാവകാശം നമ്മുടെ കയ്യിലുണ്ട്. ഈ പറഞ്ഞ 1965 നിയമം വളരെ വ്യക്തമായിട്ടൊന്ന് ഗൂഗിൾ ചെയ്തെല്ലാവർക്കും കിട്ടും. അപ്പൊ അവിടെ പറയാം. അപ്പൊ അവിടെയാണ് ഈ പോലീസുകാരൻ വന്നിരിക്കുന്നത്. അപ്പൊ അതായത് അറിയാത്ത ഈ ഹിന്ദുക്കളുടെ ആചാരം എന്താണെന്ന് അറിയാത്തൊരു പോലീസുകാരൻ വന്നു. ഒരു ക്രൈമാണ്, അവർ ചെയ്ത ക്രൈമാണ്. മറ്റൊന്ന് അത്തിട്ട് ഉറഞ്ഞു തുള്ളുന്ന കോമരത്തിനെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. അപ്പൊ അവരുടെ ഭാഗത്ത് അവർ അകത്തോട്ട്. ആ സമയത്താണ് അമ്മയെ ജാമ്യം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. എന്നാൽ ജാമ്യം അറിയില്ല, കാരണം നമ്മളകത്ത് പോകുമ്പോൾ നമ്മളെ വെച്ചിട്ട് പിരിവെടുക്കുന്ന ആളുകളൊക്കെ പുറത്തുണ്ട്. അത് വേറെ കഥ. എൻ്റെ മക്കളൊന്നുമല്ല, സംഘടനക്കാരൊന്നുമല്ല, വേറെ പുറത്തുനിന്നുള്ള. എന്തായാലും 7ാമത്തെ ദിവസമാണ് ഇതുപോലെ അമ്മ മരിച്ചത് അറിയുന്നത്. ജാമ്യം കിട്ടുന്ന പ്രതീക്ഷ അല്ല, അമ്മ മരിച്ചു. പെട്ടെന്നാണ് പറയുന്നത് അമ്മ മരിച്ചു എന്ന് കേൾക്കുന്ന നേരത്ത് പ്രത്യേകിച്ച് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചോദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലീസുകാരനാണ് നിയമം പഠിക്കുന്നത്. അദ്ദേഹം സ്വാമിയുടെ അമ്മയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. എന്തേ? ഒന്നുമില്ല, സ്വാമിയുടെ അമ്മ മരിച്ചു. ഞാനാണെങ്കിൽ അമ്മ മരിച്ചു, പെട്ടെന്ന് അമ്മ മരിച്ചു പറയുമ്പോൾ എല്ലായിടത്തും എൻ്റെ ഒരു വീക്ക്നെസ്സാണ് എൻ്റെ അമ്മ. കാരണം ഞാൻ ദൈവത്തെ അമ്മയെന്നാണ് വിളിക്കുന്നത്. എനിക്കെല്ലാം എൻ്റെ അമ്മയാണ്. കാരണം സ്ത്രീകളെ ആദരിക്കണം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്, ഒരു വിശ്വാസമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എൻ്റെ ഗുരു അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് ആസിഡ് പൊള്ളിയ സമയത്ത് പോലും ഞാൻ ദൈവേ എന്നല്ല വിളിച്ചിട്ടുള്ളത്. അലമുറയിട്ട് ഞാൻ കരയുമ്പോൾ അമ്മേ എന്ന് ഞാൻ വിളിക്കും, നീട്ടി വിളിക്കുകയാണ് ഞാൻ. ആളുകളോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ അമ്മേ, എൻ്റെ മേത്ത് ആരോ ആസിഡ് ഒഴിച്ചിട്ട് ആരെങ്കിലും എന്നത് ഹെൽപ്പ് ചെയ്യും. റോഡ് സൈഡിൽ ഞാൻ ചെടിയിൽ കിടന്നിട്ട് പോകുന്ന കാര്യം. അപ്പോൾ ഈ സമയത്ത് ഞാൻ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ശൂന്യത ഫീൽ ചെയ്തു. അപ്പോൾ ആദ്യം ഞാൻ നിശ്ചലമായി നിന്ന് പറഞ്ഞു, നിങ്ങളെ കൊണ്ടുപോകാൻ പുറത്ത് ആൾ വന്നിട്ടുണ്ട്, നിങ്ങൾ പോകണം, നിങ്ങളുടെ ആളുകൾ ജാമ്യം എടുത്ത് ഈ എന്തോ സ്പെഷ്യലായിട്ട് പെർമിഷൻ എടുത്ത് വന്നിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, എനിക്ക് എൻ്റെ അമ്മയെ കാണണ്ട. എൻ്റെ അമ്മയെ കാണുകയാണ്, എൻ്റെ അമ്മ എന്നെ ഇങ്ങനെയല്ല കാണേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് അമ്മയെ കാണേണ്ട ഇങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ പറഞ്ഞു, അതല്ല, സ്പെഷ്യൽ പെർമിഷൻ എടുത്താണ്. ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ. കാരണം അവിടുത്തെ CI ഓൾറെഡി എന്തോ, കാരണം ഈ പോലീസുകാർക്ക് പ്രത്യേകത ഉണ്ട്. ഈ തറവാട് പോലെയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വിഷയം ഉണ്ടായിരുന്നു. അവരെന്താ വെച്ചാൽ ശത്രുത ഇപ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് ഒരു CI നമ്മളോട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു കേസ് ഫയൽ ചെയ്യാൻ പോയപ്പോൾ നമ്മളെ കേസ് ഫയൽ ചെയ്തിട്ടില്ല അദ്ദേഹം. ഇത് കാണിക്കുകയാണ് അവർ.
കാരണം കൊടുങ്ങല്ലൂരിൽ വെച്ചത്. അപ്പൊ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇവര് അന്ന് എന്താ വെച്ചാൽ ഇന്നെ പോലീസ് ജീപ്പിൽ തന്നെ കൊണ്ടുപോകണം, ഞാൻ കോഴിയെ വെട്ടിയിട്ടാ കുട്ടി പോയത്. ഇവിടെ 51 വെട്ടിയവനും 60 വെട്ടിയവനും നിരന്തരം രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നവരും ഒക്കെ സുഖമായിട്ട് മന്ത്രിയായി തന്ത്രിയായിട്ടും ഒക്കെ ഇരിക്കുന്ന നാടാണിത്, ഇല്ലേ? ഒരു സ്വർണം കട്ട കേസിന് തന്നെ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി എത്ര സമയം എടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെ കൊടുക്കുന്ന സാർ എന്നിട്ട് സല്യൂട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ കാണും. ഇവിടെ ടൺ കണക്കിന് ഇപ്രാവശ്യം ന്യൂ ഇയറിന് തന്നെ 35-36 ലക്ഷം ടണ്ണോ എത്ര കണക്കിന് കോഴിയാണ് ഒരു ന്യൂ ഇയറിന് തന്നെ ഹിന്ദുക്കൾ മാത്രം കഴിച്ചതായിട്ടുള്ള കണക്ക് വന്നിരിക്കുന്നത്. ഒരു ആവറേജ് കണക്ക്. ആ സമയത്താണ് നിരന്തരം ഈ ഷവർമയുടെ ഷവായി ആയിട്ടും ഒക്കെ നമ്മൾ ചുറ്റിത്തിരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം നമ്മളെന്ന് അർത്ഥപ്പോഴാണ് ഈ കൊണ്ടുപോകുന്നതെന്ന് സാമാന്യ ബോധമുള്ള കേരളീയർ മനസ്സിലാക്കുന്നത്. ഭരണഘടനാപരമായിട്ടും വിശ്വാസപരമായിട്ടും തിന്നാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട് നിയമം അറിയാത്തതുകൊണ്ടാണ് നമുക്ക് നീതി നിഷേധിക്കപ്പെടുന്നതെന്ന്. ഇവിടെ അങ്ങനെയല്ലല്ലോ. നിയമം അറിയാഞ്ഞിട്ടല്ല, നമുക്ക് നിയമം അറിഞ്ഞാൽ പോലീസ് സ്റ്റേഷനോ കോടതിയിലോ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വിഷയം വെച്ചാൽ അധികാരമാണ്. പക്ഷെ നമുക്ക് തന്നെ അറിയാം, പല കേസിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് വിവാദം ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. ബാബരി മസ്ജിദ് പൊളിച്ച വിഷയം വന്ന സമയത്ത് പൊളിച്ചവർക്കെതിരെ ഒരു നടപടി ഉണ്ടാക്കാതിൽ ഒരുപാട് വിഷമിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് മറ്റുള്ളവർക്ക് വേദനയാകുന്നുണ്ട്. അത് ക്ഷേത്രം ചിലപ്പോൾ ഹിന്ദുക്കളുടെ ആയിരിക്കും, അതിനുശേഷം പള്ളി വന്നായിരിക്കും. അതൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ അവിടെ ഒരു ക്രൈം. ഇപ്പം ഞാൻ പോലും ഒരു സത്യത്തിൽ എനിക്കൊരു പണിഷ്മെന്റ് വേണ്ട പാടില്ല, അതിനെ പെറ്റിയടിക്കുന്നതിൽ പോലും നമുക്കൊരു മര്യാദയുണ്ട്. ഇതിനപ്പുറം കാണും. അപ്പൊ അവിടെയാണ് അവിടെ എന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വാധീനം പലപ്പോഴും ഉള്ള പോലെ അവിടെ നീതി നിഷേധിക്കും. ഇനി അതുപോലെ കേരളത്തിലാവുന്ന സമയത്തും കേരളത്തിൽ ചില വിഷയം വരുന്ന സമയത്ത് ചില നിയമങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് കാണാം ചില ആളുകൾ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, ചില ആളുകൾ ഇറങ്ങി പോകുന്നത് കാണാം. ഇപ്പോൾ വിവിധ സർക്കാരുകൾ, കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും BJP ഭരിക്കുമ്പോഴും ഇവിടെയും തന്നെ ഇടതുപക്ഷവും അല്ലെങ്കിൽ കോൺഗ്രസോ ഭരിക്കുമ്പോഴൊക്കെ ഈ സർക്കാരുകളുടെ സ്വാധീനം നിയമത്തിന്റെ മുകളിൽ വരുന്നുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ ചിലപ്പോൾ പറഞ്ഞു വല്ലൂർ പോകുന്ന സമയത്ത് കേസ് എടുക്കുന്നില്ല. തിരിച്ചാണെങ്കിലോ ഇപ്പൊ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന്റെ ഒക്കെ മേഖല അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയാണെങ്കിലും ഒക്കെ പോലീസുകാരിങ്ങനെ ഒരു സ്ത്രീ ഒരു പരാതിയുമായി ചെന്നാൽ തന്നെ പോലീസുകാരെ ഇങ്ങനെ ചെന്ന് നോക്കിയിട്ട് അതിപ്പോ എന്താ ഇങ്ങനെ, എന്താ ഇപ്പൊ നിനക്ക് മാത്രം, അവരെന്തോ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ TG രവി മറ്റേ ഷീലേനെ നോക്കണ പോലെ അടിമുട്ടി ഇങ്ങനെ നോക്കും അവര്. സൗന്ദര്യ മത്സരത്തിലല്ല പോയി, വിഷമം പറയാനാ പോകുന്നേ. അപ്പൊ അതാ പറഞ്ഞ, ഞാൻ എപ്പോഴും പറയാണ്ട്, പെറ്റമ്മ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് നോക്കുന്ന ആളുകളാണ്, തിരിഞ്ഞു നിന്നാലാണ് അത് അമ്മയാണോ തോന്നുന്നു. അപ്പൊ ആ നിലപാടാണ് ഇവർക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് നിയമം അറിയാത്തതുകൊണ്ടല്ല, നിയമം അറിഞ്ഞില്ലെങ്കിൽ പോലും പറഞ്ഞു കൊടുക്കാൻ കൂടി ബാധ്യസ്ഥരാണ് നീതിപാലന്മാർ, നീതി ലഭിക്കേണ്ട സെന്ററുകൾ. പക്ഷെ അത് ഉണ്ടാവുന്നില്ല. അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ്. നമ്മൾ ഈ രീതിയിൽ എല്ലാ നിയമങ്ങൾക്കും അനുകൂലമായിട്ട് ചെയ്തിട്ടും നമ്മളെ ഒന്ന് അമ്മയെ കാണിക്കാൻ പോലും കൊണ്ടുപോകാൻ നേരത്ത് ഇവരവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഇയാളെ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ കൊള്ളണം അങ്ങനെ കൊള്ളണം തൂക്കിക്കൊല്ലാൻ വീഴ്ച പോലെയൊക്കെ ഇവർ പറഞ്ഞ് ലാസ്റ്റ് ജഡ്ജിയുടെ ചാമ്പറിൽ വിളിച്ച് എന്തോ ഇയാളെ ഫിറ്റ് ചെയ്തപ്പോഴാണ് ശരി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ അപ്പോൾ ചോദിച്ചെന്നാൽ ശരി, ഞാൻ എൻ്റെതായ ട്രഡീഷണൽ വസ്ത്രമായിട്ട് ധരിച്ചു പോട്ടെ. അത് പറ്റില്ല, അതൊന്നും നിയമമില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം. എൻ്റെ കയ്യിൽ ദണ്ടൊക്കെ ഉണ്ട്, ആ ദണ്ടൊക്കെ കൊണ്ട് അധികം കോണിക്കൂറിൽ സ്റ്റെയറിൻ്റെ അടിയിൽ ഇടാൻ പറഞ്ഞു. അപ്പം ഞാൻ ഭദ്രമായിട്ട് കൊണ്ടുവച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇതിനൊരു കേട് പറ്റിയാൽ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ മറുപടി പറയേണ്ടി വരും. കാരണം ഇതെൻ്റെ ആശ്രമത്തിന്റെ അടയാളമാണ്, അടുത്ത മഠാധിപതിക്ക് കൊടുക്കാനുള്ളതാണ്. മറ്റ് മതസ്ഥരുടെ ഒരു സാധനം ഇങ്ങനെ ചെയ്യില്ല. ഒരു ശങ്കരാചാര്യയുടെ ദണ്ടടക്കം നിങ്ങൾ ഇത് ചെയ്യില്ല. അതുകൊണ്ട് ഇത് എനിക്ക് അതിൻ്റെ ഉള്ളിൽ ചോറിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ദണ്ടിന് ഒരു കുഴപ്പം പറ്റില്ല. പക്ഷേ അത് പാരമ്പര്യക്രമമായിട്ട് എല്ലാവർക്കും ഉണ്ട്, അതിന്റെ വിശ്വാസം ഉണ്ട്. അപ്പോൾ ഇപ്പം പ്രവാചകന്റെ മുടി എന്ന് കൊണ്ട് ചില ആൾക്കാർ ആരാധിക്കുന്നുണ്ട്. ഞാൻ എതിര് പറഞ്ഞില്ല. ആ മുടി എടുത്തിട്ട് റോട്ടിലിടാൻ സമ്മതിക്കും? ഇല്ല. അപ്പൊ എല്ലാവരും തന്നെ കൊന്തിയും മുകളിൽ ചവിട്ടാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെയാണ് നമുക്കും നമ്മുടെ വിശ്വാസം. അപ്പൊ എന്താ വെച്ചാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ നേരെ സ്റ്റോർ റൂമിലേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞോട്. അപ്പൊ അതൊക്കെ എടുക്കാൻ ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അത് പറ്റില്ല, എനിക്ക് ഇങ്ങനെ പോവാം. അപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് ഇതൊന്നും വേണമെന്നില്ല. അപ്പൊ ആ നേരത്തെ പോലീസുകാരൻ പറഞ്ഞു, സ്വാമി നിങ്ങൾ ഈ വസ്ത്രത്തിന്റെ പേരിലൊക്കെ നിന്നാൽ നിങ്ങൾ യോഗിയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ തുണി ഉടുത്താൽ എന്ത് ഉടുത്തില്ലെങ്കിൽ എന്ത്, ഇതിന്റെ വിഷയമല്ല. അവരെ മറ്റുള്ളവർ കാത്തുക്കല്ലേ പോകാം. അപ്പൊ ഈ നേരത്തെ അനുപമ ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ, എവിടെയാണ് ഈ ചണ്ടാളൻ എന്താ വെച്ചാൽ ഈ ചണ്ടാളനായതുകൊണ്ട് അമ്മയെ കാണാൻ പറ്റില്ല, ശങ്കരനെ കാണാൻ, ആ വ്യവസ്ഥയാണ് പറഞ്ഞത്. നിങ്ങൾ ഇന്ത്യയിലെ എന്താ പറയുക, ഇവിടുത്തെ ഈ ഓരോ ജയിലുകളും കയറിയാക്കി നോക്കിക്കോളൂ, ഇവിടുത്തെ ക്രൈം ലിസ്റ്റ് പരിശോധിച്ചോളൂ, ഏത് വിഭാഗക്കാരാണുള്ളത്. ഇപ്പോൾ തന്നെ ഇവിടെ ഈ പറഞ്ഞ സ്വർണം വിഷയം ഉണ്ടായി ശബരിമലയിൽ. തന്ത്രിയുടെ നേരിക്ക് ഒരു തരത്തിലുള്ള സംഭവം പോകുന്നില്ല. തന്ത്രി അറിയാതെ അവിടെ ഒന്നും നടക്കില്ല. ഞാൻ പിടിച്ചോണ്ടോണമെന്നല്ല പറയുന്നത്, തന്ത്രി അതൊന്നും നടക്കില്ല. ഇതിനു വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ കാസ്റ്റുകാരനോ ഷെഡ്യൂൾ ട്രൈബുകാരനോ അല്ലെങ്കിൽ മുസ്ലിമോ ആണെങ്കിൽ, തീവ്രവാദം പറയല്ല നമ്മൾ, മുസ്ലിമോ ആണെങ്കിൽ ഒരു ചോദ്യമില്ല ഈ നാട്ടിൽ, അവനപ്പം പിടിച്ചോണ്ടേ. അത് മുക്രിയാണെങ്കിലും കൊണ്ടുപോകും, പൊളിറ്റീഷ്യൻ ആണെങ്കിൽ കൊണ്ടുപോകും, സാധാരണക്കാരനെല്ലാം കൊണ്ടുപോകും. ഈ പറയുന്ന അത് ബ്രാഹ്മണരെ കൊണ്ടുപോകണം അല്ല, ബ്രാഹ്മണർക്കെതിരല്ല ഞാൻ. പക്ഷെ മറിച്ച് അവർക്ക് ആ ഒരു ബ്രാഹ്മണർക്കോ ബ്രാഹ്മണ സംബന്ധിയായിരിക്കുന്ന വിഷയങ്ങൾക്കോ ആളുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഈ രാജ്യത്ത്. ഒരു പ്രത്യേക സ്പെഷ്യൽ പ്രിവിലേജ് ലഭിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടെന്നല്ല, ഇത്തരം കാര്യത്തിലൊക്കെ ഒരു ചിന്താപതി. കാരണം ഇത് പറയാൻ കാരണം, നമ്മുടെ ഇപ്പം അടുത്തൊരു CIയുമായി ബന്ധപ്പെട്ട കേസിന്റെ കാര്യം പറഞ്ഞു. അവിടെ ഞങ്ങൾ വിളിച്ച സമയത്തൊന്നും മിണ്ടിയില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നമ്പൂതിരി വിളിച്ച സമയത്തേ
അവിടുത്തെ ഉദ്യോഗസ്ഥൻ, അയ്യോ എന്തിനാ തിരുമേനി ഇങ്ങോട്ട് വിളിക്കണേ, ഞങ്ങൾ എന്താച്ചാ വേണ്ടത് ചെയ്തുകൊണ്ട്. നമ്പൂതിരിയ എന്ന് പറഞ്ഞപ്പോൾ കവാത്ത് പറഞ്ഞ പോലീസുകാരുള്ള നാടാണ് കേരളം. ജാതീയത ഇപ്പൊ എപ്പോഴും അത് മേനോനായ പോലീസുകാരൻ ഈ പോലീസുകാരൻ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആശ്രമത്തിലേക്ക് ഇതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ചിനെ വിളിച്ചിട്ട് അദ്ദേഹം എന്തിനാണ് ഈ നമ്പൂതിരി എന്നെ കാണാമെന്ന് അന്വേഷിക്കേണ്ടായി. ഞാൻ പറഞ്ഞു അയാൾ പലരെയും കാണും, എന്നെയും പലരും കാണും, ഇതിനപ്പുറം ഒരു മറുപടി പറയാൻ സൗകര്യം. നിങ്ങൾ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ തീവ്രവാദിയല്ല. പണ്ട് നിങ്ങൾ ചോദിച്ചാൽ ഈ കൊടുങ്ങല്ലൂർ കേസ് ചോദിച്ചാൽ മാവോയിസ്റ്റോ അല്ലാണ് ആണെങ്കിൽ പിടിച്ചു കൊണ്ടേക്കും. ഇത്രയൊക്കെ സഹകരിക്കാനേ എനിക്ക് പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീതി നിഷേധിക്കപ്പെടുന്നവനോട് നീതിയെക്കുറിച്ച് കൂടുതൽ വാചാലരാകാൻ സമ്മതിക്കില്ല നമുക്കത് കേൾക്കണ്ട. കാരണം അത് ഒരുപാട് കണ്ടു കഴിഞ്ഞു. എൻ്റെ പേഴ്സണൽ വിഷയമല്ല, സമൂഹത്തിൽ കാണുന്നതാണ്. അപ്പൊ അവിടെയാണ് ശങ്കരാചാര്യർക്ക് അന്ന് അമ്മയെ കാണാൻ പറ്റി. ശങ്കരാചാര്യ പിടിച്ചിട്ടില്ല. അപ്പൊ അത് ശങ്കരാചാര്യ അന്ന് കോഴിയെ വെട്ടിയിട്ടല്ലോ. ആളെ കൊന്ന കേസിന് കുട്ടി ഈ ശങ്കരാചാര്യ മഠത്തിലെ ഒരു മഠാധിപതിയെ, ശങ്കരാചാര്യൻ തന്നെ പറയാം. അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അതുപോലെ ഹിന്ദു സംഘടനകളൊക്കെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ ഗുരുവാണ് ചണ്ടാളബാബ, പിന്നെ അവിടുത്തെ ഗുരുവാണ്. അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഹിന്ദു മതത്തിന്റെ ഭാഗമല്ല എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ആ നീതി നിഷേധം എനിക്കല്ല. സത്യത്തിൽ ഇവിടുത്തെ മാംസഭക്ഷണം കഴിക്കുന്ന ഹിന്ദു മതവിശ്വാസികൾക്കും അത്തരം ആചാരങ്ങൾ കൊണ്ട് നടക്കുന്ന അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്. അതിനെതിരെ എനിക്ക് നഷ്ടമായത്, കാരണം എൻ്റെ അമ്മ വെറുതെ മരിച്ചോന്നല്ല, വയ്യാതെ കിടക്കുക തന്നെയാണ്. പക്ഷെ എൻ്റെ അമ്മ മരിക്കാനുള്ള കാരണം എന്താ? പോലീസുകാർ, ഞാൻ ഫസ്റ്റേ പറഞ്ഞതാണ്, ഞാനൊരു സന്യാസി ലെവലിൽ ജീവിക്കുന്ന ആളാണ്. സന്യാസി ഇങ്ങനെയാണെന്നുള്ളതൊക്കെ അടുത്ത ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാം. അപ്പം എന്ന് വെച്ചാൽ അത്തരം പോകുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല. അവിടെ ഒന്നും കിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത്രയും കാലമായി. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ പോകുന്ന സ്ഥലം പറയും. അവരെന്ത് അമ്മ കിടക്കുന്നിടത്ത് പോയിട്ട് ഏതൊരു പോലീസുകാരൻ പറഞ്ഞു നിങ്ങളുടെ മകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇനി തിരിച്ചു വരില്ല എന്നുള്ളത്. ഏതമ്മയ്ക്ക് സഹിക്കാൻ പറ്റും? അമ്മമാരെന്താ കരുതി സിനിമ കണ്ടിട്ട് മകനെ പോലീസ് ഇടിക്കും? കാരണം പണ്ട് ഒരുപാട് കേസുള്ളത്, എന്നോട് ഇപ്പോൾ തന്നെ വർത്തമാന കാലത്ത് കേസുള്ളത് ആ പോലീസുകാർ ഇട്ടിട്ടും ചവിട്ടിയിട്ടും കൊന്നതും മുറകളൊക്കെ.